Hi everyone, it's me Momsy. Welcome to day 9 of our 21 days challenge. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ എല്ലാവരെയും പലപ്പോഴും തളച്ചിടാറുള്ള ഒരു വികാരത്തെ കുറിച്ചിട്ടാണ്. ഫിയർ. നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു മാറ്റത്തിന് ശ്രമിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു വിറയൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഞാൻ പരാജയപ്പെടുമോ? ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും? എല്ലാവരും എന്നെ നോക്കി ചിരിക്കുമോ എന്നൊക്കെ നമ്മൾ പേടിക്കാറുണ്ടല്ലേ? ഇന്ന് നമ്മൾ ആ ഭയത്തിന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കാൻ പോവുകയാണ്. കാരണം ഭയം നിങ്ങളെ തടയാൻ വന്നതല്ല, നിങ്ങൾ എത്രത്തോളം വളരാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിച്ചു തരാൻ വന്നതാണ്. ഓക്കെ, എപ്പോഴാണ് നമുക്ക് സാധാരണ ഭയം തോന്നാറുള്ളത്? നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് ഭയമുണ്ടാകുന്നത്. അതായത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവിടെ വളരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഹാർഡ് സബ്ജക്റ്റിനെ നിങ്ങൾ പേടിക്കുന്നത് അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ്. ഓക്കെ, ഇനി ഒരു അമ്മയാണെങ്കിൽ നിങ്ങളൊരു പുതിയ കരിയർ തുടങ്ങാൻ പേടിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് മികച്ചൊരു ജീവിതം നൽകാനുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൊണ്ടാണ്. സോ ഫിയർ ഈസ് ജസ്റ്റ് എ സൈൻ ദാറ്റ് വാട്ട് യു ആർ ഡൂയിങ് ആക്ച്വലി മാറ്റേഴ്സ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പരാജയത്തെ ഭയന്ന് ഒരിടത്ത് തന്നെ നിൽക്കുന്നതാണ് യഥാർത്ഥ പരാജയം എന്ന് പറയുന്നത്. തോറ്റാലും ആ ശ്രമം നിങ്ങളെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ആളെ ആക്കുകയുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ടിപ്പ് വളരെയധികം സിമ്പിൾ ആണ്. നിങ്ങൾ ഭയം തോന്നുന്ന സമയത്ത് ഈ ഒരു ചോദ്യം നിങ്ങളോട് സ്വയം ചോദിക്കുക: ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശം കാര്യം എന്താണ്? പലപ്പോഴും നമ്മൾ പേടിക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങളെയാണ്. ആ പരീക്ഷയിൽ തോറ്റാൽ എന്ത് സംഭവിക്കും? ഈ ബിസിനസ് പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നമ്മളത് കൃത്യമായി ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും ലോകം അവിടെ അവസാനിക്കുന്നില്ല എന്ന്. നമുക്ക് വീണ്ടും തുടങ്ങാൻ കഴിയും. സോ ഭയത്തെ ഒരു മതിലായി കാണാതെ ഒരു വാതിലായി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ സ്വപ്നം കണ്ട ഒരു പുതിയ ജീവിതമാണ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ വിജയങ്ങളെ ഓർത്തെടുക്കുക എന്നതാണ്. ഓക്കെ, അതിനി കുഞ്ഞുനാളിൽ ഉള്ളതായിരിക്കാം, അതൊന്നും പ്രശ്നമില്ല. പണ്ട് നിങ്ങൾ പേടിയോടെ നേരിട്ടതും എന്നാൽ പിന്നീട് വിജയിച്ചതുമായിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് അന്ന് ആ കാര്യങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് ഇന്നും ഏതൊരു ഭയത്തെയും മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, യു ഹാവ് ഡൺ ഇറ്റ് ബിഫോർ ആൻഡ് യു വിൽ ഡു ഇറ്റ് അഗെയിൻ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതുപോലെ നമ്മളുടെ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 9 ഡൺ എന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ചാലഞ്ച് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, സീ യു ടുമോറോ.